പലപ്പോഴും ആളുകൾ ഈ പറഞ്ഞ പോലെ ഒരു സർഫസ് ലെവൽ ഇൻഫർമേഷൻ വെച്ചിട്ട് സോളാർ ചെയ്യണം, അതിനൊരു ഇൻവെർട്ടർ വേണം എന്നല്ലാണ്ട് ഇതിൽ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോവാറുണ്ടോ? ഞാൻ നമ്മുടെ ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് സെയിൽസോ മാർക്കറ്റിംഗ് ടീമോ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഈ നമ്മൾ വിൽക്കുന്ന അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്. ഈ എക്സിസ്റ്റിംഗ് സിസ്റ്റംസ് നമുക്ക് ഹൈബ്രിഡിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളതും പോസിബിൾ ആണ്. പക്ഷെ നമ്മൾ ചെയ്തതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്ന് ചെയ്ത കസ്റ്റമേഴ്സിനൊക്കെ ഇപ്പോൾ ഹൈബ്രിഡ് ആക്കാം. ഒരു സ്ക്രൂ നമ്മൾ MS-ന്റെ സ്ക്രൂ ഉണ്ട്, നമ്മുടെ വീടുകളിൽ 90% നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന MS തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇത് അത്രയും വർഷം നിൽക്കണം. ഞങ്ങളുടെ കമ്പനി ശരിക്കും വളർത്തിക്കൊണ്ട് പോയത് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് തന്നെയാണ്. പ്രശ്നം ഇപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ നാളെ ഹൈബ്രിഡ് ആക്കണമെങ്കിൽ ഈ ഇൻവേർട്ടർ മാറാണ്ട് തന്നെ നമുക്ക് ഹൈബ്രിഡ് ആക്കാം. ഇപ്പം നമ്മൾ വെക്കുന്ന ഐസൊലേറ്റേഴ്സ്, SPDs, ഫ്യൂസ്, ഇതൊക്കെ ഇൻബിൽറ്റ് ആയിട്ട് ഇൻവേർട്ടറിൽ തന്നെ വരുന്നുണ്ട്. അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇൻവേർട്ടർ വരുന്നത്. എങ്ങനെയാണ് ഒരു കസ്റ്റമർ ഈ ലോണിനുള്ള എലിജിബിലിറ്റി അല്ലെങ്കിൽ സബ്സിഡിക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്? എന്തൊക്കെ അവൈലബിൾ ആണ്? നമുക്കിപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ സബ്സിഡിയാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് 78,000 നമുക്ക് 10 kW വരെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഇൻവേർട്ടർ അല്ലെങ്കിൽ നമ്മുടെ സോളാർ സിസ്റ്റം ഒരു മാസത്തിൽ ഒരു 2 ദിവസം എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഓഫ് ആയി കഴിഞ്ഞാൽ, ഒരു 10 kW സിസ്റ്റം ആണെങ്കിൽ 40 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. 10 രൂപ വെച്ചിട്ട് ഒരു യൂണിറ്റ് വന്നാൽ 400 രൂപ. ഒരു ദിവസം ഒരു മാസത്തിൽ 800 രൂപ വെച്ചിട്ട് ഒരു വർഷം വരുമ്പോഴത്തേക്ക് എത്ര രൂപ നഷ്ടം വന്നു? ഒരു 5 വർഷം വരുമ്പോഴത്തേക്ക് ആ പൈസ മതി കുറച്ച് നല്ല സാധനം മേടിച്ചു വെക്കാനായിട്ട്. ചൂടില്ലാത്ത സ്ഥലത്ത് സോളാർ അത്ര ഇതിൽ പ്രൊഡക്റ്റീവ് അല്ല എന്നാണ്. അതിനെപ്പറ്റി എന്താ, ശരിക്കുള്ളതാണോ അത്? ഇന്ന് ഏറ്റവും അധികം ചർച്ച നടക്കുന്ന 2 ഏരിയകളാണ് സോളാറും EV-യും. അപ്പോൾ ഈ 2 മേഖലയിലും വളരെ വലിയ സർവീസുകൾ ഓഫർ ചെയ്യുന്ന സോളാർ മാസ്റ്റർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഡയറക്ടർ ശ്രീകാന്താണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ശ്രീകാന്ത്. താങ്ക് യു. സോ ആദ്യമായിട്ട് നമുക്ക് കമ്പനിയുടെ സ്റ്റോറിയിൽ നിന്ന് തന്നെ തുടങ്ങാം. എങ്ങനെയായിരുന്നു സോളാർ മാസ്റ്ററിന്റെ ഒരു തുടക്കം? ശ്രീകാന്ത് എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത്? അങ്ങനെ തുടങ്ങാം. ഞാൻ ശരിക്കും ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ആ ഒരു ഫീൽഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ആ പഠിക്കുന്ന സമയത്ത് തന്നെ ഇതിനകത്തേക്കുള്ളൊരു എന്താ പറയുന്ന ഒരു താല്പര്യം ഉണ്ടായിരുന്നു. സോളാർ ഇനി ഒരു ഫ്യൂച്ചറിലേക്കുള്ളൊരു റിന്യൂവബിൾ എനർജി സോഴ്സ് ആണെന്നുള്ളൊരു കൺസെപ്റ്റിൽ അങ്ങനെയുള്ളൊരു താല്പര്യം അന്നോട്ടേ ഉണ്ടായിരുന്നു. ബിസിനസ് ചെയ്യണമെന്നായിരുന്നു താല്പര്യം? ബിസിനസ് എന്നുള്ളത് ഞാൻ സോളാർ എന്നുള്ളൊരു അതിനകത്തേക്കാണ് ആദ്യം പിച്ച് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ വരണം എന്നുള്ളൊരു കൺസെപ്റ്റ് അന്ന് വന്നത്. 7 വർഷത്തോളം നമ്മൾ വർക്ക് ചെയ്തു. അതിനുശേഷം പിന്നെ നമുക്കൊരു അവസരം കിട്ടിയ സമയത്ത് നമ്മൾ പിന്നെ അങ്ങനെ അതിനകത്തേക്ക് മാറുകയാണ് ചെയ്തത്. അപ്പൊ തുടങ്ങുമ്പോ ശ്രീകാന്ത് മാത്രമായിരുന്നു? അന്ന് ഞാൻ മാത്രം ഉണ്ടായിരുന്നല്ലോ. അത് ഞാൻ അനിയൻ ഉണ്ടായിരുന്നു കൂടെ. പക്ഷെ ആള് ജസ്റ്റ് ഒന്ന് ഹെൽപ്പിംഗ് അല്ലെങ്കിൽ എന്താ പറയുന്ന ആ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് വരുന്നതിന്റെ ആ ഒരു സമയത്താണ് ആളിപ്പോ എബ്രോഡാണ് ഉള്ളത്. അപ്പോൾ പിന്നെ വന്നു. അതിനുശേഷം ഞങ്ങളിപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്തു. ഇപ്പോൾ 2 ഡയറക്ടേഴ്സാണ് ഇപ്പോൾ നമുക്ക് കമ്പനിക്കുള്ളത്. അപ്പോൾ ഈ 2017 എന്ന് പറയുമ്പോൾ ഇന്ന് മാർക്കറ്റിലുള്ള ഒരു സോളാറിനെ പറ്റിയുള്ള അവയർനെസ്സോ അല്ലെങ്കിൽ ഇന്നുള്ള എത്രയും സബ്സിഡി സ്കീമുകളോ ഒന്നും അന്ന് മാർക്കറ്റിൽ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അന്ന് ഇതിന്റെ ഒരു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ശ്രീകാന്തിനെ ഒരു ടെൻഷൻ എടുപ്പിച്ചായിരുന്നു ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ? അതോ ഫ്യൂച്ചറിൽ ഇത് വരും എന്നുള്ള ഒരു ഉറപ്പായിരുന്നു? അതെ, ഫ്യൂച്ചർ എന്തായാലും റിന്യൂവബിൾ എനർജി, കാരണം നമുക്കിപ്പോൾ ഉള്ള പെട്രോളിയം അല്ലെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള എനർജീസ് എന്തായാലും നമുക്ക് മാറ്റേണ്ടി വരും അല്ലെങ്കിൽ മാറും എന്നുള്ളൊരു എന്താ പറയുക, നമുക്ക് ആ പഠിച്ചതിന്റെ അല്ലെങ്കിൽ നമുക്ക് ആ ഇത് വെച്ചിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ സോളാർ എന്ന് ഫോക്കസ് ചെയ്ത് അതിനകത്തേക്ക് തന്നെ നമ്മൾ ഇറങ്ങാനുണ്ടായ ഒരു സാഹചര്യം. അതെ. അപ്പൊ അന്ന് ആളുകളോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടിയിരുന്നോ? ഇതിന്റെ ഗുണം എങ്ങനെയാണ്? അന്ന് എന്താണ് സോളാർ, ഇപ്പൊ ഓൺ ഗ്രിഡ് എന്ന് വരുന്ന സമയമാണ്. അപ്പൊ എന്താണ് സോളാർ എന്ന് ഉള്ളത് തന്നെ ആൾക്കാർക്ക് അറിയാവുന്ന വളരെ കുറച്ചാണ്. അപ്പോഴാണ് ഓൺ ഗ്രിഡ് വന്നത്. അപ്പോൾ ഓൺ ഗ്രിഡ് നമ്മൾ കുറച്ച് സമയം എടുക്കും, ഒരു പ്രൊജക്റ്റായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും നമുക്ക്. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോ എവിടെ എത്തി നിൽക്കണു? എത്ര പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി? ഒരു ടീം എത്രയായി? നമ്മളിപ്പോ ഏകദേശം 4 മെഗാവാട്ടോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. റെസിഡൻഷ്യലിൽ 2 മെഗാവാട്ടോളം, എബവ് 2 മെഗാവാട്ടോളം നമ്മൾ കൊമേഴ്ഷ്യലും ഇൻഡസ്ട്രിയലും ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ ടീം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 18 പേരാണ് ഉള്ളത്. അത് ഇൻഹൗസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയൊരു ബ്രാഞ്ച് നമ്മളിപ്പോൾ സദേൺ കേരള നമ്മൾ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോർത്തിൽ നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അക്രോസ് കേരള നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റും. സർവീസ് അതെ, നമ്മളിപ്പോഴും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കാസർഗോഡ് ടു തിരുവനന്തപുരം നമ്മൾ പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. പ്രോജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് കുറച്ചും കൂടി ഒന്ന് ഇലാബറേറ്റ് സർവീസ് ആൻഡ് ഇൻസ്റ്റലേഷൻ
നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായി. ഈ സോളാർ മാസ്റ്റർ എന്ന് പേരിട്ടത് ഒരു ലിമിറ്റേഷൻ ആയി പോയി ഇപ്പൊ തോന്നുന്നുണ്ടോ? കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ അടുത്ത EV വന്നു, ഇനി ഭാവിയിലേക്ക് അടുത്ത ഈ റിന്യൂവബിൾ സോഴ്സ് എന്ന് പറഞ്ഞാൽ അതും റിന്യൂ ആയിക്കൊണ്ടിരിക്കും. സോ അത് എങ്ങനെ കാണുന്നു അതിനെ? അത് അന്ന് നമ്മൾ അത്ര പ്ലാൻഡ് ആയിരുന്നില്ല. സോളാർ എന്ന് നമ്മൾ അതിനോട് ആഗ്രഹിച്ച് നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അത് ആ ഒരു പേര് നമ്മൾ അന്ന് അങ്ങനെ സെലക്ട് ചെയ്തു. അത് കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയി. അങ്ങനെ വന്നപ്പോഴത്തേക്കും നമുക്കത് മാറ്റാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വേറെ 1-2 പ്രൊഡക്റ്റ് കൂടി ആഡ് ചെയ്തു. ഇപ്പൊ നമ്മൾ EV ചാർജിങ് സ്റ്റേഷൻസ് ആഡ് ചെയ്തു, നമ്മൾ ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കുള്ളൊരു മനസ്സിലായി. അതും ഇതുപോലെ തന്നെ ശ്രീകാന്ത്, എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതും ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഇപ്പൊ മേ ബി ഇന്ന് നമ്മൾ അന്ന് സോളാറിൽ ശ്രീകാന്ത് ബുദ്ധിമുട്ട് പോലെ ഇന്ന് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആളുകളോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. ബട്ട് ഡെഫിനറ്റ്ലി ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ഫ്യൂച്ചർ അല്ലേ? അതിലേക്ക് നമുക്ക് വരാം. ഇപ്പൊ സോളാറിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാല് അന്നത്തേതിൽ നിന്ന് ഒരുപാട് അവയർനെസ് ഒക്കെ മാറി ആൾക്കാരുടെ. ഇന്ന് സോളാർ വെച്ചാൽ നല്ലതാണെന്നും സോളാറിലേക്കാണ് എല്ലാവരുടെയും പോക്കുന്നൊക്കെ ഒരുവിധം മനസ്സിലായി. പക്ഷേ ഒരുപാട് ആംബിഗിറ്റീസ് മാർക്കറ്റിലുണ്ട്. കസ്റ്റമർക്ക് ഇപ്പോഴും ഒരുപാട് ഡൗട്ടുകൾ ഉണ്ട്. സോ ബേസിക്കലി ഞാൻ അവരുടെ ആദ്യത്തെ സംശയത്തിൽ നിന്ന് തന്നെ തുടങ്ങാന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ സോളാർ ഇൻസ്റ്റാളേഷനെ പറ്റി പരിഗണിക്കണം? ഞാൻ എന്തുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കണം? നമ്മുടെ ഈ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത് തന്നെ എന്താ പറയുക, നമുക്ക് ഒരിക്കലും അത് എൻഡ് ചെയ്യുന്നൊരു എനർജി സോഴ്സ് അല്ല. നമുക്കിപ്പോൾ സോളാർ നമുക്ക് എപ്പോഴും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ മഴവെള്ള സംഭരണി എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ കളക്ട് ചെയ്യാനൊരു പാത്രം അല്ലെങ്കിൽ എന്താണ് അത് മാത്രം മതി. സെയിം തന്നെയാണ് സോളാർ വരുമ്പോൾ. നമ്മൾ ഈ വരുന്ന സൺലൈറ്റ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് ഒരു പാനൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പാനൽ എത്ര ലൈഫ് ഉണ്ടോ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന് എത്ര ലൈഫ് ഉണ്ടോ അതുവരെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ സോളാറിൻ്റെ ഒരു ഗുണം വരുന്നത്. അപ്പോൾ സോളാർ നമ്മൾ എവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ നിന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് ഗ്യാരണ്ടിയാണ്. അപ്പോൾ എന്താ പറയുന്നത്, നമുക്കിപ്പോൾ ഈ എനർജി തന്നെ നമുക്കിപ്പോൾ 2 ടൈപ്പാണ് സോളാർ യൂസ് ചെയ്യുന്നത്, മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒന്ന് തെർമലാണ്, ഒന്ന് നമ്മുടെ ഫോട്ടോവോൾട്ടായിക് എന്ന് പറയുന്ന പാനൽസ് വെച്ചിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്, നമ്മൾ പണ്ടോട്ട് യൂസ് ചെയ്ത ഒരു സിസ്റ്റമാണ് നമ്മുടെ വാട്ടർ ഹീറ്റർ എന്ന് പറയുന്ന തെർമൽ ടെക്നോളജി. ഇപ്പോൾ നമുക്ക് PV അല്ലെങ്കിൽ സോളാർ പാനൽസ് വെച്ചിട്ടുള്ള പവർ ജനറേറ്റ് ചെയ്യുന്നത് വീടാണെന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പവർ നമ്മൾ KCB പർച്ചേസ് ചെയ്യുന്നുണ്ടോ അത്രയും തന്നെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് വരുന്നത്. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ റിന്യൂവബിൾ എനർജി നമുക്ക് എപ്പോഴും നമുക്കിനിയുള്ള ഭാവിയിൽ നമുക്ക് ഇതില്ലാണ്ട് പറ്റില്ല. കാരണം നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ അടുത്ത ജനറേഷൻ, ഓരോ ജനറേഷൻ വരുമ്പോഴും നമുക്ക് ഈ കാർബൺ എമിഷൻ അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ നമ്മളിപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറ്റി കംപ്ലീറ്റ് കാർബൺ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ 0 ആയിട്ട് പോവുക എന്നുള്ളൊരു ഇതും കൂടി നമ്മുടെ ഒരു ലക്ഷ്യമാണ്. അതെല്ലാ ആൾക്കാരുടെ ഒരു ലക്ഷ്യമാവണം. അതെ. അപ്പോൾ പ്രധാനപ്പെട്ടത് ഇപ്പൊ ഇമ്മീഡിയറ്റ് ഗെയിൻ നോക്കിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യലി തന്നെ ബെനിഫിറ്റ് ആണ്. ആൻഡ് ഇതിലൊരു നേച്ചറിനോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, അങ്ങനെ ഒരു സസ്റ്റൈനബിൾ അല്ലെ ലിവിങ് എന്നുള്ള രീതിയിലും വരും. അത് കൂടാതെ തന്നെ ഈ റെഗുലേറ്ററി രീതിയിൽ ഇനി അങ്ങോട്ട് ശ്രീകാന്ത് കാണുന്നുണ്ടോ ഇതൊരു മാൻഡേറ്ററി എന്നുള്ള രീതിയിൽ സോളാർ ഒക്കെ വരുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്? ഇപ്പൊ നമുക്ക് ഒരു 3000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകളിൽ നമ്മൾ എന്തായാലും നമുക്ക് അതിന്റെ അപ്രൂവൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സോളാർ ചെയ്തേ പറ്റൂ. ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും അവിടെ സോളാർ വെച്ചിരിക്കണം. നമ്മുടെ ഫയർ ഉള്ളതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് ലിഫ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മാൻഡേറ്ററി ആയതുപോലെ തന്നെ സോളാറും മാൻഡേറ്ററി ആണ്. ഇപ്പൊ നമുക്കൊരു മഴവെള്ള സംഭരണി നമുക്ക് എന്തായാലും മാൻഡേറ്ററി ആണ്. അതേപോലെ തന്നെ ഇതും നമുക്ക് മാൻഡേറ്ററി ആണ്, എന്തായാലും ചെയ്തിരിക്കണം. ഇങ്ങനെയുള്ള അത് ഗവൺമെന്റ് ചെയ്യുന്ന ഒരു നല്ല കാര്യമാണത്. സോളാറിന് ഇന്ന് മാർക്കറ്റിൽ ഇത്രയും ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം ഒരുപാട് പ്ലേയേഴ്സ് ഇന്ന് മാർക്കറ്റിലുണ്ട്. സോ ഒരു ശരി, ഇന്ന് ഇതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ മനസ്സിലാക്കി എൻ്റെ വീട്ടിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തേക്കാന്ന് വിചാരിക്കുന്ന ഒരു കസ്റ്റമർ ഈ മാർക്കറ്റിലുള്ള ഈ ബഹളത്തിന്റെ ഇടയിൽ നിന്ന് റൈറ്റ് ആയിട്ടുള്ള ഒരു വെൻഡറിനെ എങ്ങനെ സെലക്ട് ചെയ്യും? ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ആ കമ്പനിയുടെ റെക്കോർഡ് എങ്ങനെയാണ്, ആ കമ്പനി എത്ര വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. കാരണം ആ ഒരു എക്സ്പീരിയൻസ് എപ്പോഴും എന്താ പറയുന്നത് പെർഫെക്റ്റ് ആക്കുമെന്നുള്ളതാണല്ലോ പറയുന്നത്. അപ്പോൾ ആ എക്സ്പീരിയൻസ് എപ്പോഴും ഒരു കമ്പനിയുടെ നോക്കുക, ആ കമ്പനിയുടെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് നോക്കുക. ഇപ്പോൾ പല കമ്പനീസും സെയിൽസിനുള്ള ടീമുകൾ ഒത്തിരി ഉണ്ടാവും, എന്നാൽ അവർക്ക് എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഡിസൈനിങ്ങോ അങ്ങനെയുള്ള ഒരു കാര്യവും അവർക്ക് ഉണ്ടാവണം എന്നുള്ളതില്ല. അങ്ങനെയുള്ള ഒത്തിരി പ്ലേയേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് മാർക്കറ്റിൽ. പക്ഷേ എഞ്ചിനീയറിംഗ് ടീം ഇപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് നമ്മളൊരു സെയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക് എൻഡ് ടീമുകളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു നല്ലൊരു ടീം സ്ട്രെങ്ത് അവർക്കുണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നെ അതേപോലെ തന്നെ എങ്ങനെയാണ്, ഏത് കമ്പോണൻസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്രൈസ് മാത്രമാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എപ്പോഴും പ്രൈസ്
കോംപ്രമൈസ് ചെയ്യേണ്ട എളുപ്പമായിട്ട് സെല് ചെയ്യാലോ അല്ലേ, പ്രൈസ് കുറച്ച് സെല് ചെയ്യാൻ പറ്റും. പ്രൊഡക്റ്റ് കുറച്ചിട്ട് അവർ ക്ലോസ് ചെയ്തിട്ട് പോയിട്ടുള്ള കമ്പനീസ് ഉണ്ട്. അപ്പോൾ അവർക്ക് എത്ര നാൾ കമ്പനി നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് പോകണം, നല്ലൊരു സർവീസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും പ്രൈസിൽ കോംപ്രമൈസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം തീരെ പ്രൈസ് കുറഞ്ഞാൽ ഇപ്പം നല്ലൊരു സാധനം നമ്മൾ മേടിക്കുമ്പോൾ എപ്പോഴും നല്ല പ്രൈസ് കൊടുക്കേണ്ടി വരും. പ്രൈസ് കുറവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്വാളിറ്റി. ഇതിലിപ്പോഴും ശ്രീകാന്തിന്റെ ഒരു എക്സ്പീരിയൻസിൽ ഇതിലിപ്പോഴും ആളുകൾ നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിലാണോ ഇപ്പോഴും ആൾക്കാരുടെ ശ്രദ്ധ, അതോ അവർ ഭാവിയിലേക്കുള്ള തലവേദനകളെ പറ്റി ആലോചിക്കാറുണ്ടോ? അത് നമുക്ക് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കോളുകൾ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് മെയിനായിട്ട് ചോദിക്കുന്നത് എത്രയാണ്, 5 കിലോ വാട്ട് എത്രയാണ്, 3 കിലോ വാട്ട് എത്രയാണ്, ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കമ്പോണന്റ് ഏതാണെന്നുള്ളത് ഒരാളും അതിനെപ്പറ്റി അറിയില്ലാത്തതുകൊണ്ടാണ് ചോദിക്കാത്തത്, അവർ കസ്റ്റമർ ചോദിക്കാത്തത്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന പാനൽ ഏതാണ്, ഇൻവേർട്ടർ ഏതാണ് എന്നുള്ളത് കുറച്ച് കസ്റ്റമേഴ്സ് ചോദിക്കും. ബാക്കിയുള്ള ആരും ബാക്കിയുള്ള കമ്പോണൻസ് എന്താണെന്നുള്ളത് ചോദിക്കാറില്ല. ഇപ്പൊ നമ്മളൊരു വീട് പണിയുമ്പോൾ യൂസ് ചെയ്യുന്ന സിമെന്റ് ഏതാണ്, കമ്പി ഏതാണ്, അല്ലെങ്കിൽ മണൽ ഏതാണ്, യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണ്, ഇതിനൊക്കെ അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഒരു കേബിൾ ടൈ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, ഒരു സ്ക്രൂ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇപ്പൊ നമ്മുടെ ഇൻവേർട്ടർ പ്രൊട്ടക്ഷൻ എന്ന് പറയും. ഇപ്പൊ നമ്മൾ എന്താ പറയുക, പണ്ടത്തെ കാറുകൾ വരുമ്പോൾ നമ്മുടെ എയർ ബാഗും ABS-ഉം ഉള്ളതുപോലെ തന്നെ ഇൻവേർട്ടറിന് അതിൻ്റെതായിട്ടുള്ള സേഫ്റ്റി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ശരിക്കും സേഫ്റ്റി രീതിയിൽ നോക്കുമ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ. അതായത് നമ്മുടെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സും നമ്മളുടെ ജീവനും അടക്കം ചിലപ്പോൾ ഒരുപക്ഷെ അപകടത്തിലായേക്കാവുന്ന അപകടങ്ങൾ സംഭവിക്കില്ലേ? സംഭവിക്കാം. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമ്മളെ എഫക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുണ്ട്. അപ്പൊ നമ്മൾ അതിനെല്ലാം സേഫ്റ്റി എന്നുള്ളൊരു കൺസേൺ കൂടെ അതിന്റെ കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മളൊരു എർത്തിങ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണോ ചെയ്യേണ്ടത് ആ രീതിയിൽ ചെയ്യാം. അതല്ലാണ്ട് നമ്മൾ സമയവും പൈസയും ലാഭിക്കാൻ വേണ്ടി വേറെ രീതിയിലും ചെയ്യാം. അപ്പൊ അത് ഏത് രീതി സെലക്ട് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് ഉള്ള ഔട്ട്പുട്ട് ആയിരിക്കും അതിന് കിട്ടുക. ഇപ്പൊ പറഞ്ഞപ്പോ ഒരു കാര്യം പറഞ്ഞല്ലേ, ഇപ്പൊ പല കമ്പനീസും ഓൾറെഡി ക്ലോസ് ചെയ്തു പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ സോളാറിന് ഇപ്പൊ നമുക്ക് തന്നെ വളരെ നല്ല സർവീസ് കൊടുക്കുന്ന സോളാർ ക്ലയൻസ് നമുക്കും ഉണ്ട്. അവിടെയൊക്കെ ഞാൻ കണ്ടത് മാർക്കറ്റിൽ ഈ വാറണ്ടി എന്ന് പറയുന്നതൊക്കെ വളരെ ലോങ് ടേമിലേക്കുള്ള വാറണ്ടിയാണ് സോളാറിൽ വരുന്നത്. എനിക്ക് 30 years വാറണ്ടി ഒക്കെയാണ് വരുന്നത്. അപ്പൊ ഈ കമ്പനികൾ ഇങ്ങനെ ക്ലോസ് ആയി പോകുന്നുണ്ടെങ്കിൽ ഈ വാറണ്ടിയുടെ ഒക്കെ ഒരു വാലിഡിറ്റി എങ്ങനെയൊക്കെയാ? ഇപ്പൊ അങ്ങനെ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെയുള്ള ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണ്. ഇപ്പൊ നമ്മളൊരു ഒരു ഫോൺ മേടിക്കുകയാണ്, അത് നല്ല ബ്രാൻഡഡ് ആയിട്ട് നല്ല വാല്യൂ ഉള്ള ക്വാളിറ്റി ഉള്ള ഫോണുകളുണ്ട്. സെയിം തന്നെ ഇതൊന്നും ഇല്ലാത്തൊരു ഫോണുണ്ട്, ഇതിന്റെ നാളെ സർവീസ് നമ്മൾ ചോദിച്ചു എന്ന് കഴിഞ്ഞാൽ സർവീസ് കിട്ടില്ല. മീൻസ് ആ കമ്പനി ഉണ്ടാവില്ല. മീൻസ് അതിന്റെ ഒരു കമ്പോണന്റ് നമുക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ക്വാളിറ്റി നമ്മൾ നോക്കാണ്ട് പ്രൈസ് മാത്രം നോക്കി പോകുമ്പോഴാണ്. അപ്പൊ എപ്പോഴും ക്വാളിറ്റി എപ്പോഴും നോക്കുക. ഇപ്പൊ ഈ ക്ലോസ് ചെയ്തിട്ട് നല്ല കമ്പനീസ് ഉണ്ട് കേട്ടോ, നമ്മളെക്കാളൊക്കെ ഒത്തിരി വലിയ നല്ല കമ്പനീസ് ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ക്ലോസ് ചെയ്തിട്ട് പോയിട്ടുള്ള പല കമ്പനീസും ഒത്തിരി ഉണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് പല കോളുകൾ വരുന്നത് ഇന്ന കമ്പനി ഇപ്പൊ ഇല്ല എന്നാൽ ഉള്ള കമ്പനികൾ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത കമ്പനീസ് ഉണ്ട്. കാരണം ഇതിനകത്ത് സർവീസ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളൊരു ഡിവൈസ് മേടിച്ചു കഴിഞ്ഞാൽ ആ ഡിവൈസ് ഇപ്പോൾ ഒരു ഫോൺ ആണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ 2, 3, 4 വർഷമായിരിക്കും മാക്സിമം യൂസ് ചെയ്യുക. അതിനുശേഷം അത് നമ്മൾ മാറ്റുക ചെയ്യണം. പക്ഷേ സോളാർ എന്ന് പറയുന്നത് ഇപ്പം 30 വർഷം വാറണ്ടി പറഞ്ഞ പോലെ തന്നെ അത് ലോങ് ടൈമിലേക്കുള്ളൊരു ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ആണ്. അപ്പൊ ഇത് നമ്മൾ എപ്പോഴും ഏറ്റവും നല്ല ക്വാളിറ്റി മേടിക്കുക. ഇപ്പൊ ഒരു സ്ക്രൂ നമ്മൾ MS-ന്റെ സ്ക്രൂ ഉണ്ട്, നമ്മുടെ വീടുകളിൽ 90% നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന MS തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇത് അത്രയും വർഷം നിൽക്കണം. ഒരു കേബിൾ ടൈ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു കേബിള് അല്ലെങ്കിൽ ഓരോ കമ്പോണൻറ്റും സോളാറിൻ്റെ ഓരോ കമ്പോണൻറ്റും ലോങ് ടൈമിലേക്കുള്ളതായതുകൊണ്ട് തന്നെ ഇപ്പോൾ സോളാർ പാനലിൻ്റെ വാറണ്ടി 30 years എന്ന് പറഞ്ഞെങ്കിലും ഇതിൻ്റെ ലൈഫ് 60 years പറയുന്നത്. അപ്പോൾ 60 years എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ എഫിഷ്യൻസി കുറഞ്ഞു വരും. പക്ഷെ അത് 60 വർഷം അതിന് ലൈഫ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കമ്പോണൻസ് നമ്മൾ സെലക്ട് ചെയ്യാം. ശരി. ഇപ്പൊ നമ്മൾ ഈ 2017 തുടങ്ങിയപ്പോൾ നമുക്ക് ഓൺബോർഡായ ക്ലയൻസ് ഉണ്ടല്ലോ. സോളാറിനെ പറ്റി നല്ലതും മോശവുമായിട്ടുള്ള ഒരുപാട് ന്യൂസുകളും ഗോസിപ്പുകളും മാർക്കറ്റിലുണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഒരു 6 മാസം മുന്നേ ഈ ഇൻഡസ്ട്രീനെ തന്നെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കുറെ PR-ഉം വാർത്തകളും ഒക്കെ വന്ന സ്റ്റേജ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്കിപ്പോ ഇത്രയും വർഷത്തെ ഒരു കഥ പറയാനും ഉണ്ടല്ലോ. നമ്മുടെ കസ്റ്റമേഴ്സിൽ നിന്നുള്ള ജെനുവിൻ ഫീഡ്ബാക്ക് പ്രകാരം എന്താ നമുക്ക് പറയാനുള്ളത്? ഞങ്ങളുടെ കമ്പനി ശരിക്കും വളർത്തിക്കൊണ്ട് പോയത് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് തന്നെയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഞാൻ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിന്ന് വന്നതുകൊണ്ടാവാം നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ കമ്പോണന്റിനും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് സർവീസ് കുറവാണ്. കസ്റ്റമർ സർവീസ് കുറയും തോറും കസ്റ്റമർ ഹാപ്പിയാണ്. നമ്മളും ഇങ്ങനെ ഓരോ
ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഫോളോ ചെയ്യാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും നമ്മൾ അത്തരത്തിലൊരു ബാക്ക്ഗ്രൗണ്ട് നമ്മളെ സഹായിക്കണ്ടാവില്ലേ? സഹായിക്കുന്നുണ്ട്. അതെ, നമ്മുടെ ഇൻവേർട്ടറിന്റെ കാര്യം എടുത്തു, നമ്മൾ ABBയുടെ കാര്യം പറഞ്ഞു വന്ന പോലെ നമ്മുടെ ABB ഫ്രോണിയസ് എന്നൊക്കെ പറയുന്ന ഇൻവേർട്ടേഴ്സ് നമ്മൾ പണ്ട് ചെയ്ത കസ്റ്റമേഴ്സിന് അന്ന് ആ ഇൻവേർട്ടർ ഇപ്പോൾ നമുക്ക് ഹൈബ്രിഡ് ആക്കാം. ഈ ഹൈബ്രിഡ് എന്ന് പറയുന്ന ടെക്നോളജി ഇവിടെ വന്നിട്ട് 1-2 വർഷം ആയിട്ടുള്ളൂ. നമ്മൾ 7 വർഷം മുമ്പ് ചെയ്ത ഇൻവേർട്ടർ ഇപ്പോൾ ഹൈബ്രിഡ് ആക്കാം. കാരണം ഇപ്പോൾ മാർക്കറ്റിലുള്ള ഇൻവേർട്ടേഴ്സിന്റെ ഒരു 95% ഇൻവേർട്ടേഴ്സും ഹൈബ്രിഡ് കോമ്പാറ്റബിൾ അല്ല. അത് കസ്റ്റമർക്ക് അറിയില്ല. അപ്പോൾ നമ്മുടെ ഇൻവേർട്ടർ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇൻവേർട്ടർ എല്ലാ ഹൈബ്രിഡ് ഇൻവേർട്ടറും നമുക്ക് ഓൺ ഗ്രിഡ് ഇൻവേർട്ടർ നമുക്ക് ഹൈബ്രിഡ് കോമ്പാറ്റബിൾ ആണ്. നാളെ ഇപ്പോൾ ഹൈബ്രിഡിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ നാളെ ഹൈബ്രിഡ് ആക്കണമെങ്കിൽ ഈ ഇൻവേർട്ടർ മാറാണ്ട് തന്നെ നമുക്ക് ഹൈബ്രിഡ് ആക്കാം. അപ്പോൾ നമുക്ക് കസ്റ്റമർക്ക് ഇത് അറിയില്ലാത്തത് കൊണ്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. എന്ന് പറഞ്ഞാൽ ആൾക്കാർ പ്രൈസ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻവേർട്ടർ ഇപ്പോൾ ABB ഹൈബ്രിഡ് കോമ്പാറ്റബിൾ ആണ്, എന്നാൽ ആ ഇൻവേർട്ടർ അതല്ല, അതുകൊണ്ട് തന്നെ അതിന് പ്രൈസ് കുറവാണ്. അതുകൊണ്ട് മാത്രമല്ല വേറെ ഒത്തിരി ഫാക്ടേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ കസ്റ്റമറോട് പറയുമ്പോൾ അവർക്കത് മനസ്സിലാവാറുണ്ടോ? പിന്നെ നമുക്ക് ഇപ്പം ഈ ഹൈബ്രിഡ് എന്താണെന്നുള്ളത് നമുക്കൊരു 7 വർഷം മുമ്പ് പറയുമ്പോൾ കസ്റ്റമർക്ക് അത്ര മനസ്സിലാവില്ലായിരുന്നു. പക്ഷെ എന്നാലും മനസ്സിലായിട്ടുള്ള ഒത്തിരി കസ്റ്റമേഴ്സും ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഇൻസ്റ്റലേഷൻ്റെ ഒരു എന്താ പറയുന്ന ഒരു 99% ഹൈ എൻഡ് ആയിട്ടുള്ള ഈ ABB അല്ലെങ്കിൽ ഫ്രോണിയസ് വെച്ചിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. പിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരു ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇപ്പോൾ ABBയുടെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ വേറൊരു ഇറ്റാലിയൻ കമ്പനി ഇപ്പോൾ ടേക്ക് ഓവർ ചെയ്തു, പക്ഷെ അവരുടെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 3 ഇരട്ടി വരുന്നത്. അതെ അതെ അതെ, ഇപ്പൊ ഇൻവേർട്ടറിന്റെ പ്രൈസ് അത്രയും ക്വാളിറ്റിയിൽ അത് വരുന്നത്. അപ്പൊ ഇപ്പൊ നോർമൽ ഇൻവേർട്ടറിന് 3 ഇരട്ടി പ്രൈസ് ഉണ്ട് അതിന്, പക്ഷെ അതിന് കംപ്ലൈന്റ് ഇല്ല. അപ്പൊ ഇതിപ്പോ ഹൈബ്രിഡ് ആക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി ഇതുണ്ട് അതിന്. നമ്മള് ഈ അടുത്തല്ല കുറച്ച് നാളായിട്ട് വന്നൊരു കോളാണ്. അപ്പൊ അത് നമുക്ക് ഇപ്പൊ നമ്മൾ മാറ്റി വെച്ചിട്ട് ഏകദേശം 3 വർഷത്തോളം ആയിട്ടുണ്ട്. ഒരു കമ്പനി ഈ പറയുന്ന പോലെ തന്നെ മാർക്കറ്റിൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അത് ഓൺ മാനുഫാക്ചറിങ് ഇല്ല, പാനലും ഇൻവേർട്ടറും ഇല്ല. അവർ ഇൻവേർട്ടർ ഇൻസ്റ്റാൾ ചെയ്ത് 3 പ്രാവശ്യം ഇൻവേർട്ടർ കംപ്ലൈൻ്റ് ആയി. 50 kW ആണത്. 50 kW ഒരു 40 kW ഇൻവേർട്ടർ വെച്ച് ചെയ്തത്. അപ്പോൾ അത് 3 പ്രാവശ്യം റീപ്ലേസ് ചെയ്യേണ്ട വന്നപ്പോൾ കമ്പനി പറഞ്ഞു അത് കസ്റ്റമറുടെ സൈഡിലെ പ്രശ്നമാണ്, ഇനി വാറണ്ടി കൊടുക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ 3ാമത്തെ പ്രാവശ്യം കംപ്ലൈൻ്റ് ആയ സമയത്ത് നമുക്ക് കോൾ വരിക ചെയ്തു. നമ്മളത് ABB വെച്ച് റീപ്ലേസ് ചെയ്തു. അത് വെച്ചതിന് ശേഷം ഇതേവരെ കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെൻസിറ്റീവാണ്. സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ നല്ല കാറുകളിൽ സെൻസേഴ്സ് വരുന്ന പോലെ തന്നെ ഇതിനകത്ത് സെൻസേഴ്സ് ഉണ്ട്. ഇന്ന പ്രശ്നം ഉണ്ടെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യും. നമുക്കത് റെക്ടിഫൈ ചെയ്താൽ സോൾവ് ആയി, മനസ്സിലായി. അപ്പോൾ അത്രയും പിന്നെ ഇപ്പം നമ്മൾ വെക്കുന്ന ഐസൊലേറ്റേഴ്സ്, SPDs, ഫ്യൂസ്, ഇതൊക്കെ ഇൻബിൽറ്റ് ആയിട്ട് ഇൻവേർട്ടറിൽ തന്നെ വരുന്നുണ്ട്. അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇൻവേർട്ടർ വരുന്നത്. മനസ്സിലായി. ആ ഒരു പലപ്പോഴും ആളുകൾ ഈ പറഞ്ഞ പോലെ ഒരു സർഫസ് ലെവൽ ഇൻഫർമേഷൻ വെച്ചിട്ട് സോളാർ ചെയ്യണം, അതിനൊരു ഇൻവെർട്ടർ വേണം എന്നല്ലാണ്ട് ഇതിൽ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോവാറുണ്ടോ എന്നുള്ള ഒരു സംശയമാണ്. ഒരുപക്ഷെ ശ്രീകാന്ത് ആദ്യം പറഞ്ഞ പോലെ സെയിൽസ് ടീമിന്റെ ഒരു വളരെ ഈസി ആയിട്ടുള്ള ക്യാൻവാസിങ് ഉണ്ടാവുമല്ലോ തുടക്കത്തിൽ. അത് വളരെ ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കും, ഇതുപോലെ വാറണ്ടി കൊടുക്കും, എല്ലാം പറയും. പക്ഷെ കസ്റ്റമർക്ക് ബേസിക്കലി ഇതിന്റെ ഒരു അറിവും ഒരു പ്രശ്നമാണ്. ഇത്രയും ടെക്നിക്കൽ കാര്യങ്ങളെ പറ്റി അറിവില്ല. അപ്പൊ അത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ നമ്മുടെ ടീം ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അവർക്ക് അതിലുള്ള സംശയങ്ങൾ മാറ്റി കൊടുക്കാനും ഒക്കെ. ഞാൻ നമ്മുടെ ഈ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് സെയിൽസോ മാർക്കറ്റിംഗ് ടീമോ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഈ നമ്മൾ വിൽക്കുന്ന അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്. അതിന്റെ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് സെയിൽ തന്നുകൊണ്ടിരുന്നത്. പിന്നെ ഈ പറയുന്ന കസ്റ്റമർ അത് വഴി കസ്റ്റമർ നമുക്ക് സെയിൽ തരുവാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. നമ്മൾ പണ്ട് ചെയ്ത കസ്റ്റമേഴ്സ് ഈ പറയുന്ന പോലെ ഇടയ്ക്ക് കോൾ ചെയ്യും. ഇനി നമുക്ക് അറിയാനുള്ളത് ഈ ഹൈബ്രിഡ്, ഓൺ ഗ്രിഡ് ആൻഡ് ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളെ പറ്റിയിട്ടാണ്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ധാരണ തരാമോ? ഓൺ ഗ്രിഡ് എന്ന് പറയുമ്പോൾ ഗ്രിഡ് എന്ന് ഉദ്ദേശിക്കുന്ന ആരാണോ നമുക്ക് പവർ സപ്ലൈ തരുന്നത്, അതായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ് ഓൺ ഗ്രിഡ് എന്ന് പറയുന്നത്. നമ്മൾ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നില്ല, അതിന് പകരം KCB കൊടുക്കുക ചെയ്യുന്നത് നമ്മുടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം. ഈ ഓഫ് ഗ്രിഡ് എന്ന് പറയുന്ന സിസ്റ്റമാണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. നമ്മൾ ബാറ്ററി വെക്കുന്നു, നമ്മൾ സ്റ്റോർ ചെയ്യുന്നു, നമ്മളത് എടുക്കുന്നു. അപ്പോൾ ഇതൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ബാറ്ററി ഒരു റിക്കറിങ് എക്സ്പെൻസ് ആണ് നമുക്ക് വരുത്തുന്നത് എപ്പോഴും. കാരണം ബാറ്ററി ഒരു 5 വർഷം കൂടുമ്പോൾ മാറേണ്ട വരുന്നു, റീപ്ലേസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് നമുക്കത് ഒരിക്കലും സോളാർ ലാഭം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നടന്നു പോകും അതിൽ. പിന്നെ നമുക്കിപ്പോൾ നമ്മൾ വീട്ടിലില്ല, നമ്മളിപ്പോൾ ഒരു 2 ദിവസം നമ്മൾ പുറത്ത് പോയിരിക്കുകയാണ്, ബാറ്ററി ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന പവർ വേസ്റ്റ് ആണ്, ലോസ് ആയി പോവാണ്. അപ്പോഴാണ് നമ്മൾ ഓൺ ഗ്രിഡ് വരുന്നത്. ഓൺ ഗ്രിഡ് വന്നപ്പോൾ നമ്മൾ യൂസേജ് ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് വേണ്ട, സ്റ്റോറേജ് KCB നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. സ്റ്റോറേജ് അല്ല, വേറൊരു ഫംഗ്ഷനാലിറ്റിയാണ് അതിന് ശരിക്കും വരുന്നത്. പക്ഷെ അങ്ങനെ നമുക്ക് എക്സസ് പവർ നമുക്ക് അങ്ങോട്ടേക്ക് കൊടുക്കാൻ പറ്റും, ആവശ്യമുള്ളപ്പോൾ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും.
അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് KCBയുടെ പവർ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പ് ഉണ്ടാവില്ല. ശരിയാണ്. അപ്പോൾ നമുക്ക് ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന നോർമൽ ഇൻവേർട്ടർ ആയിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. അപ്പോഴാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും അഡ്വാൻറ്റേജ് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പുതിയ സിസ്റ്റം എന്നാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഹൈബ്രിഡ് ഈ പറയുന്ന പോലെ ഓൺ ഗ്രിഡിൻ്റെതായിട്ടുള്ള എക്സസ് പവർ നമുക്ക് KCBക്ക് കൊടുക്കാം. എന്നാൽ നമുക്ക് സ്റ്റോറേജിന് നമുക്ക് ബാറ്ററീസ് വെക്കാം. ഈ ബാറ്ററീസ് വെക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് പുതിയ ടെക്നോളജി, ഇപ്പോൾ ഇലക്ട്രിക് കാറിൽ വരുന്ന പോലെ തന്നെയുള്ള ടെക്നോളജി തന്നെ വരുന്ന ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററീസ് ആണ് നമുക്കിപ്പോൾ ഇതിൽ വരുന്നത്. എൻ്റെ വാറണ്ടി കൂടുതലാണ്. ഇപ്പോൾ നോർമൽ ബാറ്ററീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നോർമൽ ബാറ്ററി എൻ്റെ ലൈഫ് സൈക്കിൾ 1500 വരുമ്പോൾ ഇത് 6000 വരുന്നത്, എൻ്റെ 4 ഇരട്ടിയാണ് വരുന്നത്. എൻ്റെ DOD എന്ന് പറയും, ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്ന വാല്യൂ ശരിക്കും 50% ആണ് നമ്മുടെ നോർമൽ, 50-55% ആണ് നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് 90-95% നമുക്ക് ഡിസ്ചാർജിങ് പറ്റും. അപ്പോൾ അത്ര എഫിഷ്യന്റ് ആയിരിക്കും. അത്ര എഫിഷ്യൻസിയുള്ള പുതിയ ടെക്നോളജി വന്നാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ആളുകൾ ഇപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ ഈ ഹൈബ്രിഡിന്റെ ഗുണം മനസ്സിലാക്കി അതിലേക്ക് ചൂസ് ചെയ്യാറുണ്ടോ, അതോ സ്റ്റിൽ ഓൺലൈൻ ആൻഡ് ഓഫ് ഗ്രിഡ് ആണോ നമുക്ക് കൂടുതൽ എൻക്വയറീസ് വരുന്നത്? അല്ല, നമുക്കിപ്പോഴും ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് ഹൈബ്രിഡ് ഉള്ളത് എന്താണെന്നുള്ളത്. കാരണം ഹൈബ്രിഡിന്റെ അഡ്വാൻറ്റേജ് ഒത്തിരിയാണ്. ഇപ്പോൾ നമുക്ക് സോളാർ ചെയ്തിട്ട് നമുക്ക് KCBയുടെ പവർ പോവാന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് വിഷമമാണ്. കാരണം അപ്പോൾ നമ്മൾ പൈസ മുടക്കിയിട്ട് നമുക്ക് കറണ്ട് പോകുന്നു. അപ്പോൾ അതിനുള്ളൊരു എന്താ പറയുന്നത്, ഒരു റെമഡിയാണ് ശരിക്കും ഹൈബ്രിഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നപ്പോൾ നമ്മൾ EVs ഒത്തിരി വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ സോളാർ വെച്ചിട്ട് നമുക്ക് ഹൈബ്രിഡ് വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ EV ചാർജ് ചെയ്യാൻ പറ്റും. KCBയുടെ പവർ പോയി നമുക്ക് കാറ് ചാർജ് ചെയ്യാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ഹൈബ്രിഡ് വെച്ചിട്ട് നമുക്ക് കാറ് ചാർജ് ചെയ്യാം. ഇപ്പോൾ ഞങ്ങൾ റീസെൻ്റ്ലി ചെയ്തൊരു വീട്ടിൽ ലിഫ്റ്റ് ഉണ്ട്. അവിടെ അച്ഛനും അമ്മയും കുറച്ച് പ്രായമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ലിഫ്റ്റുള്ള വീട്ടിൽ ഇവർക്ക് മുകളിലേക്ക് ആക്സസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലിഫ്റ്റ് വർക്ക് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ഹൈബ്രിഡിൽ പോസിബിൾ ആണ്. അപ്പോൾ അവർക്ക് നമ്മുടെ കിച്ചണിലുള്ള എക്യുപ്മെന്റ്സ് എല്ലാം വർക്ക് ചെയ്യും. AC വരെ നമുക്ക് അതിനകത്ത്, AC വരെ എന്നുള്ളതല്ല, AC എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഡിവൈസ് ആണ്. അതെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് വർക്ക് ചെയ്ത് പോകാൻ പറ്റും. അവിടെ നമ്മൾ ഈ പറയുന്ന പോലെ ബാർ ഏരിയ ഉണ്ട്, ജാക്യൂസി, ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ ഹൈബ്രിഡിലാണ്. ഒരു സിനാരിയോ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ സോളാർ മാസ്റ്ററിനെ അപ്രോച്ച് ചെയ്യുകയാണ്. എനിക്ക് ഇതിനെ പറ്റി വലിയ ധാരണകളില്ല. അപ്പോ ഈ 3 സിസ്റ്റത്തിൽ ഞാൻ എന്തുകൊണ്ട് ഹൈബ്രിഡ് ചൂസ് ചെയ്യണം എന്നായിരിക്കും ശ്രീകാന്ത് അല്ലെങ്കിൽ സോളാർ മാസ്റ്റർ പറയാം? നമുക്ക് ആകെ ഹൈബ്രിഡ് പറയുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് മാത്രം. അത് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തും കൊണ്ടും നമുക്ക് നല്ലത് ഹൈബ്രിഡാണ്. കാരണം ഒന്നാമത് അതിൻ്റെ ലൈഫ്. ഇപ്പോൾ നമുക്ക് ബാറ്ററി, നോർമൽ ബാറ്ററി വരുമ്പോൾ നമുക്ക് 5 വർഷം വാറണ്ടി ഉള്ളപ്പോൾ ഇതിന് 10 വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കമ്പനി തരുന്നുണ്ട്. അത് കൂടാണ്ട് 16 വർഷത്തോളം ബാറ്ററിയുടെ ലൈഫ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഒറ്റ ബാറ്ററി, ഇപ്പോൾ നമ്മളിപ്പോൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു ഒറ്റ ബാറ്ററി എന്ന് പറയുന്നത് 51.200 H ബാറ്ററിയാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ലെഡ് ആസിഡ് ബാറ്ററിക്ക് 9 ബാറ്ററിക്ക് പകരമാണ് ഈ ഒറ്റ ബാറ്ററി വരുന്നത്. അപ്പോൾ ഈ 9 ബാറ്ററി നമ്മൾ 3 പ്രാവശ്യം വെക്കുന്ന ടൈം പീരീഡിൽ നമുക്ക് ഈ ഒറ്റ ബാറ്ററി വെച്ചാൽ മതി. അങ്ങനെ നോക്കുമ്പോൾ അത് കോസ്റ്റും കൂടുതലല്ലോ. കോസ്റ്റ് കൂടുതലല്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആ ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ വരുന്നത്. അതെ. അപ്പോൾ ഇപ്പോഴും നമുക്ക് ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ പുതിയ ടെക്നോളജിയാണ്. അപ്പോൾ ഇപ്പോഴും നമ്മളിപ്പോൾ EV, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു EV നമ്മൾ മേടിച്ചു, അത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കാറ് ചാർജ് ചെയ്യാൻ പറ്റില്ലാത്ത സിറ്റുവേഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ലൈഫ് എപ്പോഴും കൂടുതലാണ്. നമുക്ക് നമ്മുടെ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തിട്ട് നമുക്ക് അതിന്റെ കംപ്ലീറ്റ് ബെനിഫിറ്റും കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഹൈബ്രിഡ് തന്നെയാണ് നല്ലത്. ഈ എക്സിസ്റ്റിംഗ് സിസ്റ്റംസ് നമുക്ക് ഹൈബ്രിഡിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളതും പോസിബിൾ ആണ്. അതെ. നമ്മൾ ചെയ്തതിന്റെ ഒരു അഡ്വാൻറ്റേജ് അതാ പറഞ്ഞത്. ഇപ്പോൾ വേറെ കമ്പനീസ് എന്നുള്ളത് ഞാൻ അങ്ങനെ മോശമാക്കി പറയുന്നതല്ല. പക്ഷെ നമ്മൾ ചെയ്തതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്ന് ചെയ്ത കസ്റ്റമേഴ്സിനൊക്കെ ഇപ്പോൾ ഹൈബ്രിഡ് ആക്കാം. എന്നാൽ അതിന്റെ കോസ്റ്റ് നോക്കുമ്പോൾ കുറവാണ്. മനസ്സിലായി. ഇപ്പോൾ വേറെ ചെയ്യുമ്പോൾ ഇപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഹൈബ്രിഡ് കോമ്പാറ്റബിൾ ഓൺ ഗ്രിഡ് ഇൻവേർട്ടർ ചെയ്യണമെന്ന് പറയുന്നതിന്റെ കാരണം അത് തന്നെ. നമുക്ക് പിന്നീട് ഹൈബ്രിഡ് ആക്കണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഹൈബ്രിഡ് ആക്കാം, വലിയ കോസ്റ്റ് വരാത്ത രീതിയിൽ. എന്തായാലും ഒരു പോയിന്റിൽ നമ്മൾ ഈ ഹൈബ്രിഡ് മോഡലിലേക്ക് മാറേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇപ്പൊ പണ്ട് കീപാഡുള്ള ഫോൺ വന്നിട്ട് ഇപ്പൊ ഞാനും വിചാരിച്ചത് ഈ പറയുന്നത് ഇതൊക്കെ വരുമോ എന്നുള്ളൊരു, പക്ഷെ ഇപ്പൊ ഫുള്ള് ടച്ച് ആയതുപോലെ തന്നെയാണ് ഹൈബ്രിഡ് എന്തായാലും ആയി വരും. PMI കാര്യം സൂചിപ്പിച്ചല്ലോ. ഇപ്പൊ സോളാറിനെ പ്രൊമോട്ട് ചെയ്യാനും ഇൻസെന്റിവൈസ് ചെയ്യാനും ഗവൺമെന്റ് ഒരുപാട് ലോൺ സ്കീമുകളും സബ്സിഡീസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഒരു കസ്റ്റമർ ഈ ലോണിനുള്ള എലിജിബിലിറ്റി അല്ലെങ്കിൽ സബ്സിഡിക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ അവൈലബിൾ ആണ് എന്നുള്ളതെന്ന് പറയാം. നമുക്കിപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ സബ്സിഡിയാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അത് നമുക്ക് 78,000 നമുക്ക് 10 കിലോവാട്ട് വരെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ നമുക്കൊരു 6 കിലോവാട്ടിന്റെ മുകളിലേക്ക് സബ്സിഡിയിലേക്ക് പോകുന്നതുകൊണ്ട് വലിയ ലാഭം വരുന്നില്ല. പക്ഷെ നമുക്ക് അവൈലബിൾ ആണ്. സബ്സിഡി ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. PM സൂര്യഗർ എന്നാണ് ആ സബ്സിഡി സ്കീമിന്റെ പേര് വരുന്നത്. പിന്നെ നമുക്ക് ഇതിനൊക്കെ സെയിം തന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവ് കൊണ്ട് തന്നെ നമുക്ക് ലോൺസ് അവൈലബിൾ ആണ്. നമുക്ക് 7% ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് ലോൺ കിട്ടും. 7% എന്ന് പറയുമ്പോഴത്തേക്കും 7% വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയില്ല. കാരണം അത്രയും കുറവിൽ
നമുക്ക് ലോൺ ഗവൺമെന്റ് ഏകദേശം നമുക്ക് കിട്ടുന്ന ഈ റിട്ടേൺ കൊണ്ട് ഇത് റീപേയ്മെന്റ് പോസിബിൾ ആണോ? പിന്നെ പറ്റും. നമുക്ക് ഈ സോളാറിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്ന അതിന്റെ കോസ്റ്റിനെ പറ്റി. പക്ഷേ ഈ കോസ്റ്റ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ എന്താ പറയുന്നത്, ലോൺ നമുക്ക് 7% എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും നമ്മൾ KSEBിലേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ അടയ്ക്കണം. നമ്മൾ സോളാർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സോളാർ ചെയ്തതിന് ശേഷം സോളാർ ചെയ്യാനുള്ള എമൗണ്ട് നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ ത്രൂ കിട്ടും. നമ്മൾ KSEBിലേക്ക് അടയ്ക്കുന്ന പൈസ നേരെ നമ്മൾ ഇതായിട്ട് അടച്ചാൽ മതി, നമ്മുടെ EMI ആയിട്ട് അടച്ചാൽ മതി. നമുക്കിത് ഒരു എന്താ പറയുന്നത്, ഒരു ടൈം പീരീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല അത്യാവശ്യം വലിയൊരു വീടാണ്, ഒരു 25,000 ഒക്കെ ബില്ല് വരുന്ന ഒരു വീടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 വർഷം മതി അവർ ROI മീറ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം അവർ സേവ് ചെയ്യുന്നത് പാനൽസിന്റെ ലൈഫ് 30 years, അല്ലെങ്കിൽ സിസ്റ്റം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ 30 years ലൈഫ് ഉണ്ടെങ്കിൽ 25 വർഷം കൊണ്ട് ഉണ്ടാവാവുന്ന സേവിംഗ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു എമൗണ്ട്. അത് നമുക്കിപ്പോൾ പല SIPകളോ അല്ലെങ്കിൽ പല ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡുകളോ ഉണ്ടല്ലോ, അതൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു എമൗണ്ട് ആക്കി തിരിച്ചെടുക്കാൻ പറ്റും. ഇതിന് ആൾക്കാർ ഇപ്പോഴും അത്തരത്തിലൊരു ഇൻകം ജനറേറ്റിംഗ് പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് അല്ലേ? അത് വലിയ ലാർജ് സ്കെയിൽ പ്രൊജക്ടുകൾ അങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വേറൊരു കമ്പനിക്ക് ഇത് സെല്ല് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി ഒന്നും കാണണ്ട അവർ ഇൻവെസ്റ്റ് ചെയ്യില്ലല്ലോ. ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മളാണെന്നുണ്ടെങ്കിലും വേറൊരു കമ്പനി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരുടെ ഫണ്ട് മുടക്കി നമുക്ക് കറണ്ട് തരുമ്പോൾ അവരൊന്നും കാണാണ്ട് തരില്ല. അപ്പോൾ നമ്മളത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ലാഭം? അവരുടെ ലാഭം പ്ലസ് നമ്മുടെ ലാഭം. ഈ ഒരു സേവിങ്സ് നോക്കുമ്പോഴത്തേക്കും നമുക്കത് വലിയൊരു, ഇപ്പം ഞങ്ങൾ റീസെൻ്റ് ഒരു 500 kilowatt ഒരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ 2-3 വർഷം പോലും വേണ്ട അവർക്ക് ROI മീറ്റ് ചെയ്യാനായിട്ട്. അവർക്ക് നമ്മുടെ ടാക്സ് ബെനിഫിറ്റ് കിട്ടും, പിന്നെ നമ്മുടെ എന്താ പറയുന്നത് GST ഇൻപുട്ട് അവർക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി അഡ്വാൻറ്റേജ് നമുക്ക് കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകൾക്ക് വരുന്നുണ്ട്. അവരുടെ നിയർലി ഒരു 60% ഒക്കെ കോസ്റ്റ് ആയിട്ട് കുറയും നമ്മുടെ ഈ രണ്ടും ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ. അതിനുശേഷമുള്ള ROI എന്ന് പറയുമ്പോഴത്തേക്കും 2 വർഷമൊക്കെ ആവറേജ് മതി. ഇപ്പോൾ ലോൺ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 3 വർഷത്തിനുള്ള എങ്ങനെ പോയാലും തീരും. ഇപ്പോൾ 6 ലക്ഷം രൂപ ബില്ല് വരുന്ന ഒരാൾക്ക് ഈ പറയുന്ന ഒരു 2 CR ഒരു പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാൾ വേണ്ടി വരും? 2 വർഷത്തിനുള്ള അവർക്ക് എന്തായാലും ROI മീറ്റ് ചെയ്ത് അവർ ഫ്രീ ആവും. പിന്നെയുള്ള ഒരു മാസം 6 ലക്ഷം രൂപ വെച്ച് സേവ് ചെയ്ത് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ, അവർ ബിസിനസ് ചെയ്യുന്നതിന്റെ ഒരു ജനറേറ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് തന്നെ അങ്ങനെ തന്നെ കാണാല്ലേ, ഒരു ബിസിനസ് ആയിട്ട് തന്നെ തീർച്ചയായിട്ടും കാണാം. അതെ അതെ. ഇനി ചോദിക്കാനുള്ളത്, ഇപ്പൊ ഇത്രയും കമ്പനീസ് ഈ ഒരു സെക്ടറിൽ ഉണ്ട്, സോളാർ മാസ്റ്ററിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ക്ലയന്റിന് നമ്മൾ കൊടുക്കുന്ന കമ്മിറ്റ്മെന്റ് എന്താണ്? അതായത് ഇപ്പൊ ഓരോ കമ്പനീസിനും അവരുടേതായ സ്പെഷ്യാലിറ്റി ഉണ്ട്, അവരുടെ കോർ സ്ട്രെങ്ത് ഉണ്ട്. എന്താണ് നമ്മളുടെ അടുത്തേക്ക് വരുന്ന ഒരു കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്ന പ്രോമിസ് എന്താണ്? നമ്മൾ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കൊടുക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ പ്രോമിസ്. കാരണം ഇപ്പോൾ ആരും ഈ ക്വാളിറ്റി കോൺഷ്യസ് അല്ല, അത് അറിയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് ഐസൊലേറ്റേഴ്സ്, നമ്മൾ MCB അല്ലെങ്കിൽ SPDs, നമ്മൾ സിറ്റൽ അല്ലെങ്കിൽ ഫ്യൂസുകൾ യൂസ് ചെയ്യുന്നത് ഈറ്റൺ അല്ലെങ്കിൽ മേഴ്സൺ, ഇങ്ങനെയുള്ള ബ്രാൻഡുകൾ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഇതെല്ലാം വെക്കുന്ന ഒരു ബോക്സ് തന്നെ നമ്മൾ ABSന്റെ ബോക്സ് വെക്കുകയുള്ളൂ. കാരണം ഇതിനുള്ളിൽ നിന്നൊരു കത്തുപിടുത്തം വന്നു കഴിഞ്ഞാൽ പോലും ഇത് പുറത്തേക്ക് വരാൻ പാടില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് തീരണം. അപ്പൊ ഇത് വരില്ല, എന്നാലും വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സ്വിച്ച് ബോക്സ് പോലും ABSO അല്ലെങ്കിൽ അതൊന്നും അല്ല, എല്ലാം പ്ലാസ്റ്റിക് തന്നെ. പക്ഷെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ക്വാളിറ്റിയിലേ ചെയ്യുള്ളൂ. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു സർജ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഡിവൈസ് വരുന്നുണ്ട്. അപ്പൊ ഈ ഡിവൈസ് ആണ് നമ്മുടെ ഇപ്പോൾ ഒരു ഇടിമിന്നലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സർജ് കറണ്ട് കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവേർട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ഒരു ഫംഗ്ഷനാലിറ്റിയാണ് ഇതിന് വരുന്നത്. അപ്പൊ ഇത് നമ്മുടെ KCBയുടെ വോൾട്ടേജ് തന്നെ നമുക്ക് എത്ര 230 വോൾട്ടാണ് നമ്മുടെ KCB വോൾട്ടേജ് വരുന്നത്. അപ്പോൾ നമ്മുടെ സിസ്റ്റം ഇത് 280 വോൾട്ടിൽ കട്ട് ഓഫ് ചെയ്യും ഈ സർജ് കറണ്ട് കയറി വന്നു കഴിഞ്ഞാൽ. ബാക്കിയുള്ള എല്ലാ സിസ്റ്റംസും വരുന്നത് ഒരു 90% സിസ്റ്റംസും വരുന്നത് 320 വോൾട്ടിൽ അത് കട്ട് ഓഫ് ചെയ്യുള്ളൂ. അതിന് കോസ്റ്റ് കുറവാണ്. നമ്മൾ അതിനേക്കാളും കൂടുതൽ പ്രൊട്ടക്ഷനുള്ള സിസ്റ്റം നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഫ്യൂസുകൾ വരുമ്പോൾ, ഇപ്പോൾ മിക്ക കമ്പോണൻസ് വരുമ്പോഴും അതിനകത്ത് ഒറ്റ ഫ്യൂസ് ഉണ്ടാവുള്ളൂ. DBകൾ നമുക്ക് മേടിക്കാൻ പുറത്തുനിന്ന് കിട്ടുന്നത് നമ്മളത് എടുക്കാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, അപ്പോൾ അതിനകത്ത് ആകെ ഒറ്റ ഫ്യൂസേ വരുള്ളൂ. അപ്പോൾ നമ്മൾ 2 ഫ്യൂസ് വെച്ചിട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ കമ്പണൻസ്, ഇപ്പോൾ ഒരു സ്ക്രൂ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ, ഒരു ടൈ യൂസ് ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലേ യൂസ് ചെയ്യുള്ളൂ. എന്താ പറയുക, നമ്മൾ ഏറ്റവും ക്വാളിറ്റിയിൽ ഓരോ കമ്പോണൻറ്റ് യൂസ് ചെയ്യുമ്പോഴും ആ രീതിയിലേ നമ്മൾ ചെയ്യാമുള്ളൂ എന്നുള്ളത് ഒരു കസ്റ്റമറും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഇൻ്റഗ്രേറ്റർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും ഉറപ്പുവരുത്തേണ്ട കാര്യം. ഇപ്പോൾ നമ്മളൊരു കൊട്ടേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ BOMനകത്ത് എല്ലാം ഉണ്ടാവും. നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ കമ്പോണൻറ്റും നമ്മൾ കാണിച്ചിട്ടുണ്ടാവും ഇന്നതായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ അതല്ലാണ്ട് ഇപ്പോൾ പല കൊട്ടേഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ കസ്റ്റമേഴ്സ് അയച്ച് തന്നിട്ടുമുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മൾ BOM ഒന്നും ഉണ്ടാവില്ല. പാനൽ ഏതാണ്, ഇൻവേർട്ടർ ഏതാണ് എന്നുള്ളത് മാത്രമല്ലാണ്ട് ഏത് കമ്പോണൻ്റാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊരു ഈവൻ ഒരു സ്ക്രൂ വരെ നമ്മളത് നോട്ട് ചെയ്യുമ്പോൾ അതുപോലും എന്നല്ല, വേണ്ട കാര്യങ്ങൾ പോലും ഉണ്ടാവില്ല.
നമ്മുടെ ഇൻവേർട്ടർ അല്ലെങ്കിൽ നമ്മുടെ സോളാർ സിസ്റ്റം ഒരു മാസത്തിൽ ഒരു 2 ദിവസം എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഓഫ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 കിലോ വാട്ട് സിസ്റ്റം ആണെങ്കിൽ 40 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. 10 രൂപ വെച്ചിട്ട് ഒരു യൂണിറ്റ് വന്നാൽ 400 രൂപ, ഒരു ദിവസം ഒരു മാസത്തിൽ 800 രൂപ വെച്ചിട്ട് ഒരു വർഷം വരുമ്പോഴത്തേക്ക് എത്ര രൂപ നഷ്ടം വന്നു? ഒരു 5 വർഷം വരുമ്പോഴത്തേക്ക് ആ പൈസ മതി കുറച്ച് നല്ല സാധനം മേടിച്ചു വെക്കാനായിട്ട്. ശ്രീകാന്ത്, ഇപ്പൊ എന്റെ വീട് ഇടുക്കിയിൽ ശാന്തമ്പാറ എന്ന് പറയുന്ന സ്ഥലം അറിയായിരിക്കുമല്ലോ അല്ലെ? ഈ ശാന്തമ്പാറ പൊതുവെ ഒരു തണുപ്പുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ നല്ല വെയിലുണ്ട്. ഇപ്പൊ പണ്ടത്തെ മൂന്നാറിന്റെ ക്ലൈമറ്റ് ഒന്നും അല്ല ഇപ്പൊ അവിടെ. നല്ല വെയിലുണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെ ചൂടെടുക്കൊന്നുമില്ല, എപ്പോഴും ഒരു കാറ്റും ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു കേട്ടേക്കണ ഞങ്ങളുടെ നാട്ടിലൊന്നും ആൾക്കാർ അധികം സോളാർ വെച്ച് ഞാൻ കണ്ടിട്ടുമില്ല. അപ്പൊ ചോദിക്കുമ്പോ എനിക്ക് കേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ചൂടില്ലാത്ത സ്ഥലത്ത് സോളാർ അത്ര ഇതില് പ്രൊഡക്റ്റീവ് അല്ല എന്നാണ്. അതിനെപ്പറ്റി എന്താ, ശരിക്കുള്ളതാണോ അത്? അത് തെറ്റാണ്. കാരണം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്, കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് തന്നെയാണ്. ശരിക്കും ചൂട് കൂടിക്കഴിഞ്ഞാൽ എഫിഷ്യൻസി കുറയുള്ളൂ. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയും. അതായത് പാനലിന് എപ്പോഴും ലൈറ്റ് ആണ് വേണ്ടത്. നമ്മുടെ LED ലൈറ്റ് ഉണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ മോട്ടർ തിരിച്ച് കറക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡൈനാമോ അല്ലെങ്കിൽ ജനറേറ്റർ എന്ന് പറയുന്ന പോലെ തന്നെ മെക്കാനിക്കൽ ഫോഴ്സിനെ ഇലക്ട്രിസിറ്റി ആക്കുന്നു, ഇലക്ട്രിസിറ്റിനെ മെക്കാനിക്കൽ എനർജി ആകുന്നു. സെയിം തന്നെയാണ്. നമ്മുടെ കറണ്ട് കൊടുത്തിട്ട് ലൈറ്റ് എനർജി ആവുന്ന പോലെ തന്നെ ലൈറ്റ് ആണ് നമുക്ക് കറണ്ടായിട്ട് തിരിച്ചു കിട്ടുന്നത്, ചൂടല്ല. ചൂട് കൂടിക്കഴിഞ്ഞാൽ എഫിഷ്യൻസി കുറയുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ സ്ഥലം കാരണം തണുപ്പ് കൂടുതലുണ്ടല്ലോ. മീൻസ് ഇപ്പൊ ഇതിനെ അഫക്ട് ചെയ്യുന്ന ഈ പറയുന്ന പോലെ വിൻഡ് സ്പീഡ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഹ്യൂമിഡിറ്റി ഉണ്ട്, ഡസ്റ്റ് പാർട്ടിക്കിൾസിന്റെ കണ്ടന്റ് ഉണ്ട്. അതേപോലെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന, കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ചൂട് കുറഞ്ഞ ലൈറ്റ്. അല്ല, ചൂട് കുറഞ്ഞ മീൻസ് ഇപ്പൊ നമുക്ക് ഇപ്പൊ എന്താ പറയുന്നത്, ഇപ്പൊ മഴ പെയ്യണ സമയമുണ്ടല്ലോ, ഇപ്പൊ നല്ല വെയിലുണ്ട്, ആ സമയത്ത് മഴ പെയ്താൽ പ്രൊഡക്ഷൻ കുറയല്ല, കൂടും. ശരി. സൺലൈറ്റ് അതേപോലെ തന്നെ ഉണ്ടെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാനൽ കൂളായി, കൂളാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊഡക്ഷൻ കൂടും. സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് 24 ഡിഗ്രിയാണ് പാനലിന്റെ. അതിലാണ് ഏറ്റവും ബെറ്റർ പെർഫോമൻസ് കിട്ടുന്നത്. അപ്പൊ ഈ EV സോളാർ കോമ്പിനേഷനിൽ നമുക്ക് ഈ സോളാർ പാനൽ വെച്ചിട്ട് എന്തെങ്കിലും വെഹിക്കിൾസ് ഓടിക്കാനോ അങ്ങനെ എന്തെങ്കിലും ടെക്നോളജീസ് ഒക്കെ അവൈലബിൾ ആണ്? അത് ശരിക്കും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം നമ്മൾ കാറിന്റെ മുകളിൽ പാനൽ വെച്ചിട്ട് നമുക്ക് കാർ ഓടിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഒരു 35 കിലോ വാട്ട് സ്റ്റോറേജ് വരുന്നൊരു ബാറ്ററി സ്റ്റോറേജ് വരുന്നൊരു കാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാറിന്റെ റൂഫ് ഏരിയ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു 600 അല്ലെങ്കിൽ ഒരു 700 വാട്ട്സിന്റെ പാനൽസ് ആയിരിക്കും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പാനൽ വെച്ചിട്ട്. പക്ഷെ അത് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അത് ഇപ്പോൾ 700 × 2800 വാട്ട്സ് 2.8 യൂണിറ്റ് 35 യൂണിറ്റ് വേണ്ടടുത്ത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പോസിബിൾ അല്ല. പക്ഷേ നമ്മളിപ്പോൾ ഈ സോളാറിന്റെ പാനൽ വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന വേറൊരു കാര്യം ഞാനിപ്പോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ബോട്ടാണ്. ആ ബോട്ടിന്റെ ഇവർ ഫിഷിംഗ് ബോട്ടാണ്, കടലിൽ പോകുന്നതാണ്. അപ്പോൾ ഇവരുടെ ഓൾട്ടർനേറ്റർ വർക്ക് ചെയ്യാണ്ട് വരുന്ന സിറ്റുവേഷൻസിൽ ഇവർ തിരിച്ചു വരേണ്ട സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു ദിവസം തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ 10-15 പണിക്കാരായിട്ട് പോയിട്ട് തിരിച്ചു വരിക, അതിൻ്റെ ഡീസൽ കോസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും നിയർലി ഒരു 1 lakh അവർക്ക് എക്സ്പെൻസ് ആണ് ഒരു ഫിഷിനെയും പിടിക്കാണ്ട് കൂടെ തിരിച്ചു വരുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മളത് പവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സോളാർ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് വെക്കുമ്പോഴത്തേക്കും അവർക്ക് ഈ 1 lakh എന്നുള്ളൊരു കോസ്റ്റ് 2-3 പ്രാവശ്യം തിരിച്ചു വരുന്നൊരു കോസ്റ്റ് മതി ഈ സോളാർ വെച്ചിട്ട് അവർക്ക് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് തന്നെ ഇപ്പോൾ നമ്മളൊരു ട്രക്കിൻ്റെ സോളാർ ചെയ്യുന്നുണ്ട്. അത് ട്രക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇപ്പോൾ നമുക്ക് AdBlue എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ എല്ലാ BS6 വണ്ടികളിലും നമുക്ക് AdBlue ഒഴിച്ചാലാണ് ഡീസൽ വണ്ടികൾ നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ AdBlue പമ്പ് ചെയ്യുന്ന ട്രക്കുകളിലേക്ക് വേണ്ടിയിട്ടുള്ള സോളാർ പവറിങ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ വല്ലാർപാടം അദാനി പോർട്ട് അവിടെ നമ്മുടെ പവർ കൊണ്ട് ഓടുന്ന പമ്പ് ചെയ്യുന്ന ട്രക്കുകളുണ്ട്. അതെ അതെ. അപ്പൊ ആ ഒരു പോസിബിലിറ്റീസ് പറ്റും. പക്ഷെ ഇത് വെച്ചിട്ട് പാനൽ വെച്ചിട്ട് ഡയറക്റ്റ് നമുക്ക് ഒരിക്കലും അതെ സോളാർ ബോട്ട് ഉണ്ട്. നമ്മൾ ചെയ്യുന്നതല്ല, വേറെ നല്ല തലയുള്ള കമ്പനീസ് ചെയ്ത സോളാർ ബോട്ടുകളുണ്ട്, കംപ്ലീറ്റ് സോളാറിൽ റൺ ചെയ്യുന്ന ബോട്ടുകളുണ്ട്. പക്ഷെ ഇനി ഇതില് പാനലിലൊക്കെ വരുന്ന ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടൊക്കെ ഭാവിയിലേക്ക് ഇതൊരു ഭാവിയിലേക്ക് വരാം. എഫിഷ്യൻസി നമുക്കിപ്പോൾ 24% ഒക്കെയാണ് എഫിഷ്യൻസി വരുന്നത്. ആ എഫിഷ്യൻസി കൂടി വരുന്നതോറും ഏരിയ നമുക്ക് കുറച്ച് മതി. മനസ്സിലായി. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇത് പോസിബിൾ ആവാം.